ഹായ്, എല്ലാവർക്കും ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ടോട് സംസാരിക്കുന്നത് പോസിറ്റീവ് തോട്ട്സിനെ കുറിച്ചാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, വാട്ട് യു തിങ്ക് യു ബിക്കം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് നമ്മളാവും. അതായത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതും കൂടുതൽ അട്രാക്റ്റ് കിട്ടുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതേസമയം നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷനൊക്കെ എപ്പോഴും നെഗറ്റീവായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫോൺ എടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യങ്ങൾ എന്തായിരിക്കും, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അടുത്തടുത്ത്. ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും എന്താ പറയുക, ഇൻസ്റ്റയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏതാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കൂടുതലും വരുന്നത്, അല്ലേ? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ന്യൂസുകളാണെങ്കിൽ അത് വരും. നെഗറ്റീവായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പം നമ്മൾ ഏറ്റവും ആദ്യം നമ്മളെ ഓവർകം ചെയ്യാൻ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബ്ലെസ്സിങ്സ് ആണ്. നമ്മൾ നമ്മുടെ ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്യുക. നമുക്ക് കിട്ടിയിട്ടുള്ള, നമുക്ക് ഇപ്പം ഉണ്ടായിട്ടുള്ള നമ്മുടെ നല്ല അനുഗ്രഹങ്ങളെ നമ്മൾ ആലോചിക്കുക. അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 90% നമ്മുടെ നെഗറ്റീവിസം, ആ ഒരു മൂഡ് മാറി നമുക്ക് ഒരു ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. വളർന്നു വരുന്ന ടൈമിൽ ഞാൻ പപ്പയുടെ അടുത്ത് ഇങ്ങനെ ഓരോ പരാതികൾ പറയുമായിരുന്നു. എന്നാ പറയുക, എനിക്കതില്ല, ഇതില്ല, അവർക്കുണ്ടല്ലോ, എനിക്കില്ല എന്ന് പറയുമ്പോൾ പപ്പ എപ്പോഴും പറയും, എപ്പോഴും നമ്മളെക്കാട്ടിൽ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നവരെ നോക്കാതെ നമ്മളെക്കാട്ടി ഒരു പടി താന്ന് നിൽക്കുന്നവരെ നമ്മൾ നോക്കുക. അതായത് അവർക്കില്ലാത്ത പല കാര്യങ്ങളും നമുക്കുണ്ട്. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ശരിയാ, ഓക്കെ, എനിക്ക് ഇത്രയും ഉണ്ട്, അപ്പോൾ അതിനെ നമ്മൾ ചിന്തിക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു രീതി ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ നമുക്ക് സഹായിക്കും. നമ്മൾ നോക്കുമ്പോഴുണ്ടല്ലോ, എപ്പോഴും ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, അവർക്ക് മിക്കവാറും എന്തെങ്കിലും ഡിപ്രഷൻ, സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഇങ്ങനെയുള്ളൊരു ചില കാര്യങ്ങളുള്ള പേടി, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് ഇവരുടെ ചിന്തകൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പം നമ്മുടെ തോട്ട്, അതായത് നമ്മുടെ ചിന്തകൾ എത്രത്തോളം നമ്മുടെ ബോഡിയായിട്ട് റിലേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ പോലും നമ്മുടെ തോട്ട്സിനെ, അതായത് നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തെ അനുസരിച്ചായിരിക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി പോലും നമ്മളെ ഉണ്ടാവുന്നത്. അതായത് എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ ക്യാൻസർ പോലുള്ള പേഷ്യൻസിന് നമുക്ക് കൗൺസിലിംഗ് കൊടുക്കും. ഏറ്റവും കൂടുതൽ അവർക്ക് കൊടുക്കുന്നത് എന്താ, അവരെ തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവരണമെങ്കിൽ അവർ ഓക്കെ ആയിരിക്കണം. അതായത് അവരുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവണമെങ്കിൽ തന്നെ അവർ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. അവർക്ക് കൂടുതൽ പ്രതീക്ഷകൾ കൊടുക്കുക ചെയ്യുന്നത്. അപ്പം നമുക്ക് ചിന്തിച്ച് നോക്കാം, നമ്മുടെ ആ ഇമ്മ്യൂണിറ്റി പവർ എത്രത്തോളം നമ്മുടെ തോട്ട്സിനെ കണക്ട് ചെയ്തിട്ടിരിപ്പുണ്ടെന്ന്. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാരോട് എല്ലാവരും ചോദിക്കും, എങ്ങനെയുണ്ട് കുട്ടി പഠിക്കാൻ? അപ്പോൾ നമ്മൾ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് പറയും, അവന് പഠിക്കാൻ അത്ര പോരാ, പഠിക്കാൻ ഭയങ്കര മടിയാണ്. ഞാനും ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന് പഠിക്കാൻ മടിയാണ്, പഠിക്കാൻ വിളിച്ചാൽ വരില്ല, അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റ് മാത്സ് പാടാണ്, അങ്ങനെ ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ തോട്ട് അവൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കും. പിന്നെ നെക്സ്റ്റ് ടൈം അവൻ പഠിക്കാനിരിക്കും, ഓക്കെ, എനിക്ക് മടിയാണ്, ഞാൻ പഠിക്കാൻ പുറകോട്ടാണ്, അല്ലെങ്കിൽ മാത്സ് പഠിക്കാനിരിക്കുമ്പം അവൻ്റെ ചിന്തയിലോട്ട് അവൻ പോലും അറിയാതെ അവൻ്റെ ബോധ മനസ്സിലോട്ട് വരും, ഓക്കെ, എനിക്ക് മാത്സ് ഭയങ്കര പാടാണ്. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലാണെങ്കിൽ ഓരോ കാര്യങ്ങൾ കുഞ്ഞിലെ മുതലേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അവൻ പഠിക്കാൻ ബുദ്ധിയില്ലാത്ത കുഞ്ഞാ, അല്ലെങ്കിൽ അവനൊരു കഴിവില്ല, അങ്ങനെ ഒരു 100 വട്ടം പറയുമ്പം അവൻ അതായി തീരുവോ ചെയ്യണേ. ഒരു ചിന്ത മാറുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ലൈഫും കൂടെ ചേഞ്ച് ആയിപ്പോൾ. അത് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന ഒരു കഥ പറയട്ടെ. ഒരു ദിവസം ഒരു യാചകൻ ഒരു റെയിൽവേ സ്റ്റേഷനിലിരുന്ന് യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുവഴി കുറേ പേര് നടന്നു പോകുന്നുണ്ട്. കുറച്ച് പേരൊക്കെ കുറച്ച് ചില്ലറകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു സന്യാസി ഇതിലെ കൂടെ നടന്നു പോവാണ്. അപ്പോൾ സന്യാസി ഇയാളെ കണ്ട് ചിരിച്ചിട്ട് ചോദിച്ചു, തനിക്ക് ജോലി ചെയ്ത്, എന്തെങ്കിലും നല്ല രീതിയിൽ ജോലി ചെയ്ത് തനിക്ക് ജീവിച്ചൂടെ, ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ എന്ന്. അപ്പം ഈ യാചകൻ ഈ സന്യാസിയോട് പറയാണ്, എൻ്റെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് കഴിവുകളില്ല, എനിക്കൊരു കാര്യം ചെയ്യാനുള്ള ആരോഗ്യമില്ല എന്ന്. അപ്പോൾ ഈ യാചകൻ ചോദിക്കാൻ, നിനക്ക് ഒരു ദിവസം എത്ര രൂപ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ മറുപടിയായിട്ട് പറയാണ്, എനിക്ക് ആരും ഒന്നും തരുന്നില്ല, വളരെ കുറച്ച് പൈസ എനിക്ക് കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഈ സന്യാസി ഇയാളോട് പറയാണ്, ആളുകൾ നിനക്കൊന്നും തരത്തില്ല, എന്തെന്ന് ചോദിച്ചാൽ അവർ ആ പൈസ തരുമ്പോൾ നീ അവർക്കൊന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് അവർ നിനക്ക് പൈസ തരാത്തതെന്ന് പറഞ്ഞു. എപ്പോഴും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് പ്രോഗ്രസ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ കുറച്ച് പൈസ എടുത്ത് ആ പാത്രത്തിലിട്ടിട്ട് ഇയാൾ മുന്നോട്ട് നടന്നു പോവുകയാണ്. ഇത്രയാണ് പറഞ്ഞത്, ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ളതാണ്. അപ്പം ഇത് ഇയാളുടെ മനസ്സിൽ, അതായത് യാചകന്റെ മനസ്സിൽ ഇത് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത്.
അങ്ങനെ അവിടെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ യാചകൻ ഇങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനിലാണല്ലോ ഇരിക്കണേ, പുറത്തോട്ട് നോക്കിയപ്പോൾ കുറേ പൂക്കൾ നിൽക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഇയാൾ കുറേ പൂക്കൾ കൊണ്ടുവന്നു കുറേ ബണ്ടിലായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചു, ചെറിയ ചെറിയ പൂക്കൾ. അപ്പം ഇങ്ങനെ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈസ കൊടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കെട്ടുകൾ പൂവായിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം അത് മറ്റുള്ളവർക്കൊക്കെ കുറച്ച് കൗതുകമായി തോന്നുകയും ചെയ്തു. അങ്ങനെ പൈസ ഇയാൾക്ക് കിട്ടുന്നത് കൂടാൻ തുടങ്ങി. അങ്ങനെ ഇയാൾക്ക് കുറേയേറെ പണം സമ്പാദിക്കാൻ പറ്റുകയും ചെയ്തു. അങ്ങനെ ഇയാൾ വലിയൊരു ഷോപ്പ് ഇടുകയും ചെയ്തു. അങ്ങനെ ആ സ്ഥലത്ത് ഏറ്റവും നല്ലൊരു പൂക്കച്ചവടക്കാരനായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഒരു ട്രെയിനിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പം ഒരു വർഷങ്ങൾക്ക് മുമ്പേ കണ്ട ആ സന്യാസി ഇയാൾ കാണാൻ ഇടയായി. അപ്പോൾ ഈ യാചകൻ ഈ സന്യാസിയോട് ചോദിച്ചു, ഒരിക്കലും ഓർമ്മയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, എനിക്ക് ഓർമ്മയില്ല, ഞാൻ അങ്ങനെ പരിചയപ്പെട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഈ കഥയൊക്കെ പറയും, ഒരു വർഷം മുമ്പേ താങ്കൾ എനിക്ക് തന്ന ആ ഒരു എന്താ പറയുക, മോട്ടിവേഷൻ്റെ പരമായിട്ട് അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശപ്രകാരമായിട്ട് ഞാൻ പൂക്കൾ വിറ്റു, എനിക്ക് കാശായി, ഞാനിപ്പം ഏറ്റവും നല്ല ആ ഒരു സ്ഥലത്തെ ഏറ്റവും നല്ല പൂക്കച്ചവടക്കാരനായിട്ട് മാറുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അയാൾക്ക് വളരെയേറെ സന്തോഷമായി. അതാ നമ്മുടെ തോട്ട്, നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ ലൈഫെ മാറുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കഥ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. നമ്മുടെ ചിന്തകൾക്ക് അത്രത്തോളം ശക്തിയുണ്ട്. നമ്മളൊരു കാര്യം എനിക്ക് പറ്റും എന്ന് ചിന്തിച്ചാൽ ഓക്കെ, നമുക്കത് പറ്റും, നമുക്കത് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രതീക്ഷ അവിടെ കിടക്കാം. അതേസമയം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം നമുക്ക് മുന്നോട്ട് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. നമ്മളുടെ ചിന്തകൾക്ക് അത്രമേൽ ശക്തിയുണ്ട്. സത്യമായിട്ടും നമുക്കൊരു കാര്യം ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കിട്ടുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ആഗ്രഹിക്കുക. അതായത് നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹം, അല്ലെങ്കിൽ നമുക്കത് കിട്ടുന്നതിന് മുന്നേ നമ്മളത് ആഗ്രഹിച്ചു, അത് കിട്ടുന്നതിന് മുമ്പേ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക. ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കടപ്പുറത്ത് പോകുന്നതായിട്ടും കണ്ണടച്ചിട്ട് നമ്മൾ കടപ്പുറത്ത് പോകുന്നതായിട്ടും ആ കടപ്പുറത്ത് ചെന്ന് നിന്ന് നമ്മൾ ആ വെള്ളം വന്ന് നമ്മുടെ കാലെ തട്ടുന്നതും ആ ചെറിയ ചെറിയ മണലുകൾ നമ്മളെ കാലിൽ ഇരിക്കുന്നതായിട്ടും ആ ഒരു സൗണ്ടൊക്കെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ആ കടലിങ്ങനെ തിരതല്ലി വരുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുവാണെങ്കിൽ എന്താ പറയുക, നമുക്ക് ആ ഒരു ഹോർമോൺ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ആ ഒരു ഹോർമോൺ നമുക്കിവിടെ കിട്ടി, നമ്മളുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം വരും. അപ്പോൾ അതൊരു പോസിറ്റീവ് തിങ്കിങ് ആണ് അല്ലേ. അപ്പം ഞാനൊരു സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം. അപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത്, അത് നമുക്ക് കിട്ടാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക. എപ്പോഴെങ്കിലും നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളതൊന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള പുതിയ പുതിയ വഴികൾ, നമുക്ക് അടുത്ത് ചെയ്യാനുള്ള ഒരു വഴികൾ നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാണ്ട് നമ്മൾ പല ജോലികൾ ചെയ്യുവാണെങ്കിലും ഇത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അടുത്ത ഇനി എന്ത് സ്റ്റെപ്പാണോ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ വരും. പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയട്ടെ. ഒന്നാമത്തേന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറയും. അതായത് നമുക്ക് നന്ദി സൂചകമായിട്ട് നമ്മുടെ ലൈഫിലുണ്ടായ ഓരോ ബ്ലെസ്സിങ്സും അതിന് നന്ദി ചൊല്ലി നമുക്ക് ജേർണൽ എഴുതാൻ പറ്റും അല്ലേ. ശരിക്കും നമ്മൾ ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആയിട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചിന്തകളൊക്കെ നല്ല പോസിറ്റീവ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തേന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫ് ടോക്കിംഗ്, നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് സംസാരിക്കാം. എനിക്ക് എന്തൊക്കെ കുറവുകളാണുള്ളത്, അല്ലെങ്കിൽ എൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് തിരുത്തേണ്ടതായിട്ടുള്ളത്, എനിക്ക് എന്തൊക്കെയാണ് ആഡ് ഓൺ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളിൽ തന്നെ ഒന്ന് സംസാരിക്കാം. മൂന്നാമത്തേന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡ് യുവർ നെഗറ്റീവ്. നമുക്ക് എന്താണോ നെഗറ്റീവ് തരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് നമ്മുടെ സാഹചര്യങ്ങളാണോ, ഏതെങ്കിലും ഒരു പേഴ്സൺ ആണോ, എന്തെങ്കിലും ഒരു റീസൺസ് ആണോ എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് അത് മാറ്റാൻ ശ്രമിക്കുക. നാലാമത്തേന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള പീപ്പിളായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുക. കൂടുതൽ പോസിറ്റീവ് ചില ആൾക്കാരുണ്ടല്ലോ, ഇപ്പം നമ്മളോട് അവർ ഒന്നും മിണ്ടുന്നില്ലെങ്കിലും ചിലപ്പോൾ അടുത്തിരിക്കുമ്പോൾ നമുക്ക് ആ വൈബ് കിട്ടും, ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ്. ചില മനുഷ്യരോട് നമുക്ക് സംസാരിച്ച് കഴിയുമ്പം നമ്മുടെ എന്താ പറയുക, ലോ ബാറ്ററി ആയിട്ടിരിക്കുന്ന നമ്മൾ ഒരു ഫുൾ ബാറ്ററി ആവത്തില്ലേ. എന്തൊക്കെയോ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ അവിടെ നിന്നൊരു പോസിറ്റീവ് വൈബ് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർ ചിലപ്പോൾ നമ്മൾ കൂടുതൽ അറിഞ്ഞിട്ടൊന്നും ആയില്ല, നമുക്കായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വൈബ് നമുക്ക് കിട്ടും. അതൊരു മനുഷ്യൻ നമ്മളോട് സ്നേഹത്തിൽ അടുത്തിരുന്ന് സംസാരിക്കുക, നമുക്ക് ആ വൈബിൽ കൂടെ മനസ്സിലായ ആ പുള്ളി നമ്മളെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് ആ വൈബിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. പോസിറ്റീവായിട്ടുള്ള മനുഷ്യരായിട്ട് നമ്മൾ കൂടുതൽ സഹകരിക്കാൻ ട്രൈ ചെയ്യുക. നമ്മൾ കേട്ടിട്ടില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടാ സൗരഭ്യം. അതായത് നമ്മളോട് കുറച്ച് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പോസിറ്റിവിറ്റി കിട്ടും. പോസിറ്റീവ് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരായിട്ടില്ല, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ അകത്തേക്ക് എന്തെടുക്കണം എന്തെടുക്കണ്ടെന്ന് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ബോർഡർ ലൈൻ വരച്ച് ഇടുക എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നങ്ങളിലോട്ട് നെഗറ്റീവിസം വരുത്തില്ല. അവസാനമായിട്ട് ഒരു കഥയും കൂടെ പറഞ്ഞാൽ നിർത്താം കേട്ടോ. ഈ നെഗറ്റീവ് തോട്ട്സിനെ പറ്റി എനിക്ക് പറഞ്ഞപ്പം ഞാൻ വായിച്ചൊരു കഥയാണ്. അതായത് ഒരു ദിവസം ഒരു സാർ ഒരു ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പോൾ പിള്ളേർ എന്താണെന്ന് ചോദിക്കുകയും
ഇദ്ദേഹം എല്ലാവർക്കും ഓരോ വൈറ്റ് ഷീറ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പം പിള്ളേർ പരസ്പരം നോക്കുന്നുണ്ട് എന്താണ് ഇതിനകത്ത് ഞങ്ങൾ എഴുതാനുള്ളത് എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ പേപ്പറിൽ എന്താണോ നിങ്ങൾ കാണുന്നത് അതിനെപ്പറ്റി എഴുതാൻ പറഞ്ഞു. അപ്പം അതിലെ എല്ലാ വൈറ്റ് പേപ്പറിലും ഒരു സെൻട്രലായിട്ട് ഒരു ബ്ലാക്ക് ഡോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം കുട്ടികളെല്ലാവരും എഴുതിയത് ആ ബ്ലാക്ക് ഡോട്ടിനെ പറ്റിയിട്ടാണ്. കാരണം അവർ കാണുന്നത് ബ്ലാക്ക് ഡോട്ടാണ്, വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഡോട്ടാണ്. അങ്ങനെ അദ്ദേഹം അത് തിരിച്ചു വാങ്ങിക്കുകയും അദ്ദേഹം എല്ലാവരെയും വാങ്ങിച്ചപ്പം എല്ലാവരും ആ ബ്ലാക്ക് ഡോട്ടിനെ പറ്റിയിട്ടാണ് എഴുതിയത്. ആരും ആ വൈറ്റ് പേപ്പറിനെ പറ്റിയിട്ട് എഴുതിയില്ല. അപ്പം അദ്ദേഹം ഉദ്ദേശിച്ചത്, നമുക്ക് ഇത്രയും വലിയ ഒരു വൈറ്റ് പേപ്പറാണ് തന്നെ, പക്ഷെ അതിൽ ചെറിയൊരു ബ്ലാക്ക് ഡോട്ടേ ഉള്ളൂ. പക്ഷെ എല്ലാവരും എഴുതിയത് ആ ബ്ലാക്ക് ഡോട്ടിനെ പറ്റിയിട്ടാണ്. ആരും ആ വൈറ്റ് പേപ്പറിനെ പറ്റി എഴുതിയിട്ടില്ല. അതായത് വൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് കാര്യങ്ങളായിട്ടും ബ്ലാക്ക് ഡോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവായിട്ടും. അപ്പം നമ്മൾ ആദ്യം കുറേ ആയിട്ടുള്ളത് വൈറ്റ് ആണല്ലോ, ബ്ലാക്ക് ഒരു തരിയേ ഉള്ളൂ. നമ്മൾ ആ ബ്ലാക്കിലോട്ട് ശ്രദ്ധിക്കാതെ എപ്പോഴും വൈറ്റിലോട്ട് ശ്രദ്ധിക്കുക. അതായത് നെഗറ്റീവ് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് പോസിറ്റീവിലോട്ട് ശ്രദ്ധിക്കുക. നമുക്കുള്ള അനുഗ്രഹങ്ങളെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ, ടാറ്റ.